മുഴക്കി ചോദിക്കുകയാണ്, യഹോവേ, ഈ ക്ഷാമത്തിന്റെ കാരണം എന്താണ്? യഹോവയുടെ പക്കൽ നിന്ന് ദാവീദിനൊരു അരുളപ്പാടുണ്ടായി, ഗിബെയോന്യരുടെ രക്തം ഈ ദേശത്ത് വീണതുകൊണ്ടാണ് ഈ ദേശത്തിൽ ക്ഷാമം മാറാത്തത്. ഈ ദേശത്ത് വലിയൊരു വരൾച്ച തുടർച്ച ക്ഷാമമായി മാറിയിരിക്കുന്നതെന്ന്. അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യണം എന്നറിയാൻ വേണ്ടി ഗിബെയോന്യരെ വിളിച്ചു വരുത്തി ദാവീദ് ഒരു സന്ധി സംഭാഷണം നടത്തുകയാണ്. ഗിബെയോന്യരോട് പറയുകയാണ്, നിങ്ങളുടെ സഹോദരങ്ങളുടെ, നിങ്ങളുടെ പിതാക്കന്മാരുടെ രക്തത്തിനു പകരം ഞാൻ സ്വർണമോ വെള്ളിയോ എന്തും പകരം നൽകാം. നിങ്ങൾ ഞങ്ങളുടെ ദേശത്തോട് ക്ഷമിക്കുമ്പോൾ മാത്രമേ ഈ ദേശത്തിൽ ക്ഷാമം മാറുകയുള്ളൂ എന്ന്. ഗിബെയോന്യരാകട്ടെ ദാവീദിനോട് പറയുകയാണ്, ഒരിക്കലുമില്ല, ഞങ്ങളുടെ സഹോദരങ്ങളുടെ രക്തത്തിന് പകരമായിട്ട് ശൗലിന്റെ മക്കളുടെ രക്തം തന്നെ ഞങ്ങൾക്ക് പകരം വേണമെന്ന്. കാരണം ശൗലായിരുന്നു ആ ദേശത്ത് വെച്ച് ഗിബെയോന്യരെ കൊന്നുകളഞ്ഞത്. അങ്ങനെ ശൗലിന്റെ മക്കളുടെ രക്തം ആവശ്യപ്പെട്ടു. ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ശൗലിനെയും ശൗലിന്റെ മക്കളെ ഉപദ്രവിക്കുന്നത് ദാവീദിന് വലിയ ദണ്ണമൊന്നുമുള്ള കാര്യമല്ല. ദാവീദ് അവിടെ ശൗലിന്റെ 7 മക്കളെയും ഗിബെയോന്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. 9-ാമത്തെ വാക്യമാകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഗിബെയോന്യരാകട്ടെ അവരെ മലയിൽ യഹോവയുടെ മുമ്പാകെ തൂക്കിക്കൊന്നു. യഹോവയുടെ മുൻപാകെ മലമുകളിൽ ശൗലിന്റെ സന്തതികളെ തൂക്കിക്കൊല്ലുകയാണ്. ശൗലിന്റെ സന്തതികളെ തൂക്കിക്കൊന്നു എന്നുള്ള വാർത്തയറിഞ്ഞ് ശൗലിന്റെ വെപ്പാട്ടിമാരിൽ ഒരുവൾ മാത്രമായ റിസ്പ അതിവേഗത്തിൽ അങ്ങോട്ട് പാഞ്ഞു ചെല്ലുകയാണ്. ഈ ശവശരീരങ്ങളെ ഏറ്റുവാങ്ങുകയാണ്. അത് യവക്കൊയ്ത്തിന്റെ ആരംഭത്തിന്റെ കാലമാണ്. കൊയ്ത്തിന്റെ ആദ്യ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദേശത്തെ സംബന്ധിച്ച് ഉത്സവമാണ്. എല്ലാവരും ഉത്സവത്തിലും സന്തോഷത്തിലും പങ്കെടുക്കുമ്പോൾ, എല്ലാവരും ആഘോഷത്തിൽ പങ്കെടുക്കുമ്പോൾ, ഈ റിസ്പ മാത്രം ആ മലയുടെ മുകളിൽ നിന്ന് ആ ശവശരീരങ്ങൾ ഇറക്കി ചാക്കുശീലയിട്ട് പൊതിഞ്ഞ് ആകാശത്തിൽ നിന്ന് മഴയോ ആകാശത്തിൽ നിന്ന് പക്ഷികളോ ഭൂമിയിൽ മൃഗങ്ങളോ ഈ ശവശരീരങ്ങളെ തിന്നാതെ ഇരിക്കാൻ രാവും പകലുമെന്നില്ലാതെ ഈ കൊയ്ത്തുകാലത്തിന്റെ ആഘോഷത്തിൽ പങ്കെടുക്കാതെ ഈ ശവത്തിന്റെ സന്നിധിയിൽ കാവൽ നിൽക്കുകയാണ്. റിസ്പയെ സംബന്ധിച്ചിടത്തോളം 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ശൗൽ മരിച്ചുപോയി, ഇനി വെപ്പാട്ടി എന്ന നിലയ്ക്ക് ആരെയും പ്രീതിപ്പെടുത്തേണ്ട കാര്യമില്ല. 2, ഇത് ശവശരീരങ്ങളാണ്, ഇനി ഒരു ഉയർപ്പ് ഈ ശവശരീരങ്ങളിൽ ഉണ്ടാകുന്നില്ല. 3, ശൗലിന്റെ ശത്രുവാണ് ദാവീദ്, ഒരിളക്കവും ദാവീദിന്റെ ഹൃദയത്തിൽ ഉണ്ടാകുകയില്ല. എങ്കിലും രാത്രിയിൽ മൃഗങ്ങളോ പക്ഷികളോ മഴയോ വെയിലോ എന്തു വന്നാലും ഈ ശവത്തിന്മേൽ ചാക്കുശീല പൊതിഞ്ഞ് റിസ്പ ദിവസങ്ങളോളം ഇതിന് കാവൽ നിൽക്കുന്നു. ഈ കാവൽ